ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇന്ന് ഇത് തയ്യൽക്കാർക്ക് ആവശ്യമായ എന്തുവാ ഓരോ തിങ്സ് കാണിക്കുകയാണ്. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ സഹായിക്കുന്ന ഓരോ ഉപകരണങ്ങളാണിത്. പ്രഷർ ഫുട്ട്, പിന്നെ ലൂപ്പ് ടേർണറും, ഇത് മൊത്തം ഒരു കോംബോ ഓഫറാണ്. ഇതിനകത്ത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്ക്രൂ ഉണ്ട്, സ്പ്രിങ് സ്ക്രൂ ആണ്. അത് വെച്ച് നമുക്ക് പ്രഷർ ഫുഡ് ഈസി ആയിട്ട് ഊരാനും ഇടാനായിട്ട് സഹായിക്കുന്നതാണിത്. പിന്നെ നമ്മൾ മാർജിൻ മാർക്ക് ചെയ്യുന്നതിനായിട്ട്, അതിന് കറക്റ്റായിട്ടുള്ള പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഉപയോഗം മാത്രമേ അറിയത്തുള്ളൂ. വളരെ സേഫായിട്ടാണ് അവരിത് പാക്ക് ചെയ്ത് അയച്ചു തന്നിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇതാണ് സ്പ്രിങ് വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ഊരി നമ്മുടെ പ്രഷർ ഫുഡിൻ്റെ അവിടെ കിടക്കുന്ന സ്ക്രൂ ഊരി മാറ്റിയതിന് ശേഷം ഈ സ്ക്രൂ ഇട്ട് ആ പ്രഷർ ഫുഡും അറ്റാച്ച് ചെയ്താൽ നമുക്ക് ഈസിയായിട്ട് ജസ്റ്റ് ഒന്ന് അയക്കുമ്പോൾ തന്നെ സ്പ്രിങ് ആയതുകൊണ്ട് നമുക്കിവിടെ ലൂസ് ലഭിക്കും. നമുക്കത് ഇടാനാണ്. ഇത് തന്നെ പ്ലീറ്റ് ഇടുന്നതാണ്. ഫ്രോക്കിനൊക്കെ ചെറുതായിട്ട് പ്ലീറ്റ് ഇടാൻ ഇതിൻ്റെ ഈ ഉപയോഗിക്കുന്നത്. ഇത് നമ്മളിട്ട് കഴിഞ്ഞാൽ തന്നെ ചെറുതായിട്ട്, വലിയ ചുരുക്കമൊന്നുമില്ല. ഞാൻ കണ്ടിട്ട് ഒത്തിരി വലിയ ചുരുക്കമൊന്നുമില്ല, ചെറിയൊരു ചുരുക്കം മാത്രമേ വരത്തുള്ളൂ. അങ്ങനെയുള്ള ഇത് പറഞ്ഞാണ് 3 ഇത് നമ്മൾ എത്ര മാർജിനൊക്കെ ഇങ്ങനെ കറക്റ്റ് ലെവലിൽ നമ്മൾ മടക്കി അടിക്കുകയൊക്കെ ചെയ്യത്തില്ല. അന്നേരം ഒരേ അളവിൽ തയ്യത്തുമ്പ് വരാനായിട്ടൊക്കെ ഇത് നമ്മളിങ്ങനെ മാറ്റി കാന്തമാണ് അതിനിടയിൽ. അപ്പോൾ അത് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന അതിൻ്റെ മെഷീൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വെച്ചാൽ അതിന് തയ്ച്ച് കാണിക്കുക, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് അത് 3 വന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലൂ ഉണ്ട്. ഇതിൻ്റെ ഉപയോഗിക്കുന്ന എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാര്യങ്ങൾ അറിയത്തില്ല, കുറച്ചൊക്കെ അറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വാങ്ങിച്ചപ്പോൾ ഇത് നല്ലതാണ് ഉപയോഗിക്കാനായിട്ട്, നമുക്ക് എളുപ്പമാണ്. പിന്നെ അതുപോലെ കൊച്ചു പിള്ളേർക്ക് ഫ്രോക്കൊക്കെ തയ്ക്കുന്നവർക്ക് വളരെ എളുപ്പമാണ്. ആ ഫുഡ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ ഒത്തിരി സ്പ്രിങ് ഇങ്ങനെ വരും. നമ്മൾ പ്ലീറ്റ് നമ്മൾ കൈ കൊണ്ട് മടക്കാതെ ചുരുക്കായിട്ട് ചുരുങ്ങി വരും. ഇതാണ് നമ്മളൊരു ഇത് ലൂപ്പ് ടേർണർ എന്ന് പറയുന്നതാണ്. ഇതൊരു കമ്പി പോലെ, അതിൻ്റെ അറ്റത്തൊരു ചെറിയൊരു സൂചിയുണ്ട്. ഇതിൻ്റെ 200 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പം ഞാനിത് മേടിച്ചത് എപ്പോഴും ചെറിയ കനത്തിലുള്ളതായ ലൂപ്സ് നമുക്ക് തയ്ച്ചാൽ തിരിച്ചിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളുണ്ട്, നമുക്ക് ഈസി ആയിട്ട് തിരിച്ചിടാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര കനം കുറഞ്ഞത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ളതിനകത്ത് ഇങ്ങനെയുള്ളൊരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാനായിട്ട് പറ്റും. അപ്പം എന്നെപ്പോലെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചത് ഒത്തിരി പ്രയോജനം കേട്ടോ. അതിൻ്റെ സൂചി പോലെയാണ് അതിൻ്റെ അറ്റം ഇരിക്കുന്നത്. ചൂണ്ടക്കൊളുത്ത് പോലൊക്കെ ഇരിക്കും. അതിൻ്റെ അറ്റത്ത് തന്നിട്ടിരിക്കുന്ന സാധനം ഇങ്ങനെ മടക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വലിക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റം വീണ്ടും തുണിയിലോട്ട് വന്ന് കോർത്ത് നമുക്ക് തിരിഞ്ഞു വരാതിരിക്കും ലൂപ്പ് തിരിച്ചിടുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. നമുക്കിത് മെഷീനിൽ വെച്ചൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ അതിൻ്റെ സ്ക്രൂ ഒന്ന് ഊരി പഴയത് കിടന്ന് ഊരിയിട്ട്, പക്ഷേ എൻ്റെ അതിനകത്ത് കുറച്ചുകൂടി നീളമുള്ള സ്പ്രിങ് വേണമായിരുന്നു ഇടാനായിട്ട്.
ഇതാണ് നമ്മൾ മാർജിന് തയ്യൽ തുമ്പ് എത്ര വേണോ അത്ര ആ അകലത്തിൽ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ തുണിയുടെ അറ്റം ഇങ്ങനെ തയ്ച്ച് അതിൽ കൂടി പോകുമ്പോൾ അത് കറക്റ്റായിട്ട് ആ ഒരേ അളവിൽ തയ്യൽ തുമ്പ് വരും. അപ്പോൾ അതിങ്ങനെ വെച്ചൊരു കാന്തമാണ്, നന്നായിട്ട് കാന്തം പോലെ ഇരിക്കുന്നുണ്ട്. അത് നല്ലതാണ് നമുക്ക് ഒരേ അളവിൽ തയ്യൽ തുമ്പ് വരാനായിട്ട്. ഇത് നമ്മൾ ആ ചുരുക്കിടുന്ന ഇതൊന്ന് വെച്ചതാണ്, ആ പ്രഷർ പുട്ട്. ഇതിൻ്റെ ചെറിയ ചുരുക്കേ വരുന്നുള്ളൂ, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വരുന്നതേ ഉള്ളേ. പിന്നെ ഞാൻ അതിൽ ഏറ്റവും ചെറിയ 2ൻ്റെ സ്റ്റിച്ചാണ് ഇട്ടിരുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കും ഒത്തിരി ചെറിയത് വന്നത്. ഞാൻ പിന്നെ അതൊന്നുകൂടെ സ്റ്റിച്ചിൻ്റെ വലിപ്പം കൂട്ടി 4 5 ഇട്ടപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ടുള്ള പ്ലേറ്റ് അടിങ്ങി ഒന്നുകൂടെ വന്നേ. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കടയിൽ പോയി നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കുമ്പോൾ അത് അതിൻ്റേതായ ഗുണമേന്മ ഉണ്ടാകും. നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ശരിക്കും അതിനെക്കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത എന്നെപ്പോലുള്ളവരൊക്കെ വാങ്ങിച്ചാൽ അത് പകുതിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത യൂസ്ലെസ്സായിട്ട് തീരും. അപ്പോൾ വാച്ച് ചെയ്തതിന് ഒത്തിരി നന്ദി. താങ്ക് യു.